ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസത്തെ ഫലമാണ് പറയുന്നത്. ജൂൺ മാസത്തിൽ ധനുക്കൂറുകാർക്കുള്ള ഫലമാണ്. മൂലം, പോരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്ന ധനുക്കൂറുകാർക്ക് 3-ൽ രാഹു, 4-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ ശുക്രനും, 6-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 7-ൽ വ്യാഴവും, 8-ാം ഭാവത്തിൽ ചൊവ്വയും, 9-ാം ഭാവത്തിൽ കേതുവുമാണ് നിൽക്കുന്നത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഈ ജൂൺ മാസത്തിൽ അവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഫലങ്ങളാണ് കൂടുതലും അനുഭവിക്കാനുള്ള ഇടവരുന്നത്. മംഗളകർമ്മങ്ങളെല്ലാം ഭവനത്തിൽ നടക്കുവാനും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ബന്ധു സമൂഹങ്ങളുമായി ബന്ധപ്പെടുവാനും അവരുമായി നല്ല ബന്ധം പുലർത്തുവാനും പുതിയ ബന്ധങ്ങൾക്ക് ആക്കം കുറിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം, അഭിവൃദ്ധിയും ഇതുവരെ കുറഞ്ഞിരിക്കുന്നത് കൂടി വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഐക്യത കൂടും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത കുറവായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടുവാനുള്ള സാധ്യതയും പരസ്പര മനോഭാവം അനുസരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള സാധ്യതയും, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ വളരെ സൗകര്യപൂർവകരമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ള സമയം, അതും സ്കൂളും മറ്റുള്ള കാര്യങ്ങളും പഠന സംബന്ധമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാനങ്ങളുടെയും തുറക്കാൻ കുറിക്കുന്ന സമയമായതുകൊണ്ട് അവരവർ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ പഠനത്തിനുള്ള തയ്യാറെടുപ്പ്, അതല്ലെങ്കിൽ വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്ക് തരപ്പെടുകയാണെങ്കിൽ അതിന് തരപ്പെടാനുള്ള സാധ്യത, അതിന് ഏജന്റുമാരുമായി സഹകരിച്ച് പോകാനും പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനുള്ള സാധ്യതകളെല്ലാം വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ചിലപ്പോൾ ജോലിക്കും സാധ്യതകളെല്ലാം ഉള്ള വിസകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ അതിനും അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സഹായഹസ്തങ്ങൾ കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് സഹായിക്കുന്നവരുടെ മനോഭാവങ്ങൾ നല്ല മനോഭാവത്തോട് സഹായിക്കുവാനുള്ള സന്നദ്ധതകളും മറ്റുള്ളതും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വെച്ചുകൊണ്ടാണ് ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം കൈകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. കാരണം 4-ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. ശനിയായ കാരണം 4-ാം ഭാവത്തിൽ ശനിയായി തുടർന്നുണ്ട്. എങ്കിലും ഭവന സംബന്ധമായിട്ടുള്ള കാര്യത്തിലായ കാരണം കൊണ്ട് കുറച്ച് ശ്രദ്ധ വ്യതിയായിരിക്കണം. അതായത് ഓരോ ഭാഗങ്ങൾ പണിയെടുക്കുമ്പോഴും അത് കറക്റ്റാണോ എന്നുള്ളത് തച്ചുശാസ്ത്ര പ്രകാരവും വാസ്തുശാസ്ത്ര പ്രകാരവും അതിൻ്റെ മാപ്പ് തന്നിരിക്കുന്നവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യണമെങ്കിൽ പാഴ്ചെലവ് വരാതെ സൂക്ഷിക്കണം. വാഹന സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങളുള്ള സമയമാണ്. വാഹന യോഗം ഉണ്ടാവും. വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങൾക്ക് ബുക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. പഴയ വാഹനങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങിക്കുവാണെങ്കിലും എക്സിക്യൂട്ടീവ് വാഹനങ്ങൾ വാങ്ങിക്കുവാണെങ്കിലും അതിനും അനുകൂലപരമായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിഘ്നങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണും. തടസ്സങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെ നേട്ടങ്ങളും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും ആഹ്ലാദിക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. യാത്രകൾ കൊണ്ട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ദൂരദേശ യാത്രകൾ കൊണ്ട് വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വിദേശ യാത്രകൾ കൊണ്ടും ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള യാത്രകളും വളരെ സക്സസ് ആയിട്ട് വരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. റിയൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കൈകാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കുറച്ച് സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് തന്നെ പറയാം. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ അക്കൗണ്ട് സെക്ഷൻ സംബന്ധമായിട്ടുള്ളതും ലോൺ സംബന്ധമായിട്ടുള്ള വൻകിട ലോണുകളും ചെറുകിട ലോണുകളായാലും അതെല്ലാം സാങ്ഷനായി വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. കടബാധ്യതകളെല്ലാം ഒട്ടുമിക്കതും കുറഞ്ഞു വരുവാനും അതിനെ ചേർത്ത് നിൽക്കുവാനും ഇതുവരെ ഇല്ലാത്തതൊരു ധൈര്യം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നാശനഷ്ടങ്ങൾ വരാതെ സൂക്ഷിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ
ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകൾ എല്ലതും ശരിയാവാതിരിക്കുകയാണെങ്കിൽ അതെല്ലാം ശരിയാവാനുള്ള സാധ്യതകളും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും അവരവർ അലങ്കരിക്കുന്ന തരത്തിലുള്ള സ്ഥലമാറ്റങ്ങളോ മറ്റുള്ളവരോ വേണമെങ്കിൽ അതിന് പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ മാസം, ജൂൺ മാസം. അവരവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥാനഭ്രംശം വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഉയർച്ചകൾ, അതായത് മേലുയർച്ചകൾ, അതായത് ഉദ്യോഗകയറ്റങ്ങൾ, പ്രമോഷൻ എന്നിവയെല്ലാം ആഗ്രഹിക്കുന്നവരായിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് കിട്ടുവാനുള്ള സാധ്യതയും ഗവൺമെൻറ് തലത്തിൽ കാണുന്നുണ്ട്. ഗവൺമെൻറ് ജോബിനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവർക്ക് ആഗ്രഹപ്രകാരവും സഫലപ്രകാരവും ജാതകത്തിൽ ഇഷ്ടസ്ഥാനവും മറ്റും അനുഭവത്തിലുണ്ടെങ്കിൽ അത് വളരെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഭാഗ്യസ്ഥാനത്ത് കയറി നിൽക്കുന്ന ഭാഗ്യം കുറവായി കാണുന്നുണ്ട്. അത് കാരണം ഭാഗ്യസൂക്ത വഴിപാട് ആഴ്ചയിൽ ഒന്ന് വെച്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുണ്ടെങ്കിൽ അത് ഭാഗ്യക്കുറവ് മൂലം തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഭാഗ്യസൂക്തം നടത്തുന്നതും ഗണപതി കർമ്മമാല അല്ലെങ്കിൽ ഗണപതി ഹോമം എന്നിവ നടത്തുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. കർമ്മ മേഖല, അതായത് തൊഴിൽ മേഖല പുരോഗതിയിൽ പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മേഖല വർദ്ധിച്ചു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുവാനും അത് പ്രാബല്യത്തിൽ വരുവാനും, കൂട്ടു ബിസിനസ് ആണെങ്കിലും അത് സാധ്യമായിട്ടുള്ള സാധ്യതകൾ കാണുവാനും, ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തുടങ്ങുവാനും, അല്ലെങ്കിൽ ബ്രാഞ്ചുകളല്ല പുതിയ ബ്രാഞ്ച് ഏക ബ്രാഞ്ചായിട്ട് ചിന്തിക്കുന്നവർക്കെല്ലാം പുതിയൊരു ബ്രാഞ്ചിനെ കുറിച്ച് ചിന്തിച്ച് വരികയാണെങ്കിൽ അതും സഫലീകരിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനി സംബന്ധമായിട്ടുള്ള വൻകിട കേസുകൾ ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണകരമാണ്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. ഇലക്ട്രോണിക്സും ഇലക്ട്രിക്സും സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, കമ്പ്യൂട്ടർ മേഖലയിൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പഠിക്കുന്നവർക്കും എല്ലാം ഗുണകരമായിട്ട്, സയൻസ് സംബന്ധമായിട്ട് പറയുമ്പോൾ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള അലോപ്പതി എന്നീ സംബന്ധമായിട്ടുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ളവർക്കും, ഹോസ്പിറ്റലേഷൻ സംവിധാനമായിട്ടുള്ളവർക്കും ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വിമാന സംബന്ധമായിട്ടുള്ള, അതായത് ആകാശ സംബന്ധമായിട്ടുള്ള യാത്ര ചെയ്യുന്നവർക്കും എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനും, അതിൽ ജോലി സാധ്യതകൾ എയറോനോട്ടിക്കൽ സംബന്ധമായിട്ടുള്ള പഠിക്കുന്നവർക്കും അതിലേക്ക് പ്ലേസ്മെൻറ്റ് മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം കിട്ടുവാനുള്ള സാധ്യത, വളരെ വിദേശ സംബന്ധമായിട്ടുള്ള നല്ല സ്ഥലവാസങ്ങൾ കേന്ദ്രീകരിച്ച് കിട്ടുവാനുള്ള സാധ്യതകളും ഇവർക്ക് ഗുണമേന്മയോടുകൂടി കിട്ടുവാനുള്ള സാധ്യതകൾ ശരിക്കും തെളിഞ്ഞു കാണുന്നുണ്ട് എന്ന് വേണം തന്നെ പറയാം. ഉദ്ദിഷ്ട ഫലങ്ങളുണ്ടാവും, ദൈവാനുഗ്രഹം തുണയ്ക്കും എന്ന് തന്നെ പറയാം. ഭാഗ്യകടാക്ഷത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞ വഴിപാടുകൾ ചെയ്തു വരുന്നത് മൂലം വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് കാണുന്നത്. വ്യാഴം അനുകൂലത്തിൽ 7ാം ഭാവത്ത് നിൽക്കുന്നതും 7ാം ഭാവത്തിൽ നിന്നും ലഗ്നത്തെ വീക്ഷിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. സന്താന യോഗത്തിനും അതുപോലെ വിവാഹ യോഗത്തിനും എല്ലാം കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുറേ കാലമായി വിവാഹം നടക്കാതിരിക്കുന്നവർക്കെല്ലാം ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിമിത്തവശാൽ അല്ലാണ്ട് വ്യാഴത്തിൻ്റെ ദൈവീകവശാൽ ഒന്ന് ചേരുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അതിനായിട്ട് തയ്യാറെടുക്കുന്നവർക്കെല്ലാം ശരിയാകുന്നുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം കിട്ടുവാനും, ഉദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യുവാനും, തൊഴിൽ ഇൻ്റർവ്യൂ മറ്റുള്ള കാര്യങ്ങളെല്ലാം വിജയസാധ്യത കൈവരിക്കുവാനും, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനങ്ങൾക്ക് വളരെ ആക്കം കൂട്ടുവാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ ഗവേഷണ മേഖലയിലും നാവികസേനയിലും കരസേനയിലും വ്യോമസേനയിലായാലെങ്കിലും അങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യണം. 8ൽ ചൊവ്വയാണ് നിൽക്കുന്നത്, അത് കാരണമാണ് പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമിക്കോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ ഭഗവത് സേവയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂലം ആ ദോഷങ്ങൾ പരിഹരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. ആപത്ത് വരാതിരിക്കാൻ വേണ്ടി മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നതും ഈ ആയുധ സംബന്ധമായിട്ടുള്ളവർ നിയമസംബന്ധമായിട്ട് പോരാടുന്നവർക്കെല്ലാം കുറച്ചുകൂടി കാലതാമസം, അവർ ആഗ്രഹിക്കുന്ന ആ വശത്തിൽ അവർക്ക് നിയമം അനുകൂലപരമായിട്ട് വരണമെങ്കിൽ കുറച്ചുകൂടി കാലതാമസം നേരിടേണ്ടി വരും. ബാക്കി ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ അനുകൂലപരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് ഈ ധനുക്കൂറുകാർക്ക് വന്നിരിക്കുന്നത്. നമസ്കാരം.